ആരതി പറഞ്ഞ പോലെ മെയിൻ ഒരു പ്രശ്നമാണ് ഈ ആസിഡ് റിഫ്ലക്സിന്റെ ഒരു കഫക്കെട്ട് എന്ന് പറഞ്ഞിട്ട് പലരും വരുന്നത്. പക്ഷെ അവര് എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത് ലങ്സിന്റെ പ്രോബ്ലം എന്ന് വെച്ചിട്ട് ഇൻഹേലർ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ശ്വാസം മുട്ടിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ശ്വാസം മുട്ടല്ല, പലപ്പോഴും അത് ഹയാറ്റസ് ഹെർണിയ അതുപോലെ തന്നെ ആസിഡ് റിഫ്ലക്സിന്റെ റീഗർജിറ്റേഷൻ, നമ്മുടെ ഈ തൊണ്ടയിൽ കഫം കെട്ടിനിൽക്കുന്നത്. അപ്പൊ ആ കഫം വരുന്നത് എന്താ വെച്ചാൽ നമ്മൾക്ക് ഈ ശരിക്കും പറഞ്ഞാൽ സ്റ്റൊമക് ആസിഡ് കിടക്കേണ്ട സ്ഥാനത്ത് കിടക്കാതെ അവൻ മുകളിലേക്ക് പോയി അവിടെയുള്ള പാത്ത് മുഴുവൻ എരിച്ചു പുകച്ചു കളയും. അപ്പൊ അവിടെ എന്ത് പറ്റും, തൊലി മുഴുവൻ പൊട്ടും. പൊട്ടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പൊട്ടിയ സ്ഥലത്ത് നിന്ന് എന്ത് പറ്റും, കഫം വരും. അപ്പൊ അവിടെ ഇൻഫ്ലമേഷൻ, അതായത് ത്രോട്ട് ചില സമയത്ത് വീർത്തിരിക്കുകയും അതുപോലെ അവിടുന്ന് കഫക്കെട്ട് ഉണ്ടാവുന്ന ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വയറിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അവിടെ പോയിട്ട് നമ്മൾ മറ്റേ ഇൻഹേലർ എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ അലർജിക്ക് വേണ്ടി ട്രീറ്റ് ചെയ്തിട്ടോ ടാബ്ലറ്റ്സ് എടുത്തിട്ടോ കാര്യമില്ല. നല്ല ആഹാരം, പ്രോബയോട്ടിക്സും ഇതും വെച്ചിട്ട് നമ്മൾ ആഹാരം കറക്റ്റ് ചെയ്യുക, എരിവും പുളിയും അധികം കഴിക്കാതിരിക്കുക, അതേപോലെ തന്നെ ഈ വൈറ്റമിൻ ഡി ഒക്കെ കൊടുത്ത് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ സ്ട്രോങ് ആക്കുക എന്നുള്ളതൊക്കെയാണ്